ബിസിനസ് അനലിറ്റിക്സ് പോലത്തെ പ്രോഗ്രാമുകൾ വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിൽ നമ്മൾ പഠിക്കുന്ന ഒരു മാനേജ്മെന്റ് തിയറീസ് മാത്രമല്ല, അല്ലെങ്കിൽ അക്കൗണ്ടിങ് തിയറിനെക്കാട്ടും കൂടുതലായിട്ട് ഹൗ ടു മാനേജ് എ ബിസിനസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെ നമുക്ക് ഡാറ്റനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. സോ എ പേഴ്സൺ വിത്ത് എ കമ്പ്യൂട്ടർ നോളജ് ആൻഡ് എ മാനേജ്മെന്റ് ഇൻഫർമേഷൻ ഹി ക്യാൻ ബി എ വെരി ഗുഡ് മാനേജർ. ഇപ്പം പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നെങ്കിൽ ഇപ്പോൾ സെയിൽസ് മാനേജർ, ഒരു കമ്പനിയുടെ എപ്പോഴും ബാക്ക് ബോൺ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ആ സെയിൽസ് മാനേജർ ഷീ ഓർ ഹി വിൽ ബി നോയിങ് എവറിത്തിങ് അബൌട്ട് ദ സെയിൽസ്, ബട്ട് she or he, the sales manager, is not able to convert the sale into a profitable business. കാരണം വെച്ചെങ്കിൽ അതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ഇൻഫർമേഷൻസും ഡാറ്റ കിട്ടേണ്ട കാര്യങ്ങളും ഈ ഡാറ്റ പ്രോഫിറ്റബിൾ ആണെന്ന് നോക്കേണ്ട കാര്യങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന സമയത്ത് we probably get up in like lot of enquiries are coming. Now we are trying to close the business deal. So end of the day there is no profit. So profit ഇല്ലാത്ത ബിസിനസിനെ ബിസിനസ് വിളിക്കത്തില്ലല്ലോ. ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമെങ്കിൽ ജിയോനെ ലെറ്റ്സ് സേ 1 കോടി വരിക്കാരുണ്ടെന്ന് കരുതുക. അവർ 1 രൂപ ഒരു മാസം ഇൻക്രീസ് ചെയ്യാൻ അവരുടെ പ്രോഫിറ്റ് 1 കോടി കൂടി. ഓക്കെ, ഈ ഇൻഫർമേഷൻ ബേസിക്കലി സെയിൽസുകാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ഹൗ ടു ഇംപ്ലിമെന്റ്. ഇപ്പോൾ അവർ ഇന്റർനെറ്റിന്റെ റേറ്റിന്റെ ഡിഫറൻസ് ആണ് വരുത്തേണ്ടത്, അതിലെ കോളിന്റെ റേറ്റിന്റെ ഡിഫറൻസ് ആണ് വരുത്തേണ്ടത്, അത് ഇന്റർനാഷണൽ കോൾസിന്റെ ചിലപ്പോൾ ഡിഫറൻസ് വരുത്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വരുന്നത്. ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ദി ബിസിനസ് അനലിസ്റ്റ് ഹാസ് ടു ഗിവ് ഇൻഫർമേഷൻ ടു ദ സെയിൽസ്, സോ ദ സെയിൽസ് ക്യാൻ വർക്ക് ബാക്ക്വേർഡ്സ് ദ അക്കൗണ്ട്സ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ ബിസിനസ് അനലിറ്റിക്സിന് ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്.